a very pleasurable moment for me to be a part of this distinguished talk, which is organized by the Kerala Forum on United Nations Academic Impact and the UNAI Aspire chapter of St. Thomas College, Korancheri. The topic which we are dealing for today's talk is sustainability and quality education. These two things are very important key factors that govern all our life in the present world condition. The KFUNAI works to promote all sustainable development goals among the student society and making everyone aware of our duties as a human being in our world. കേരള ഫോറം UN അക്കാദമിക് ഇമ്പാക്റ്റിൻ്റെയും കേരളത്തിലെ വിവിധ UN ആസ്പയർ ചാപ്റ്ററുകളുടെയും ആഭിമുഖ്യത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം പരിപാടികൾ ഇപ്പോൾ നടത്തി വരികയാണ്. പരിപാടികൾ എന്നതിലുപരിയായിട്ട് ധാരാളം കർമ്മ പദ്ധതികൾ കൂടിയാണത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ടോക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെബിനാറുകളോ നടത്താതെ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിനേക്കാളും അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു ടോക്ക് എന്നതുകൊണ്ടോ ഒരു വെബിനാർ എന്നതുകൊണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ മറ്റുള്ള ആൾക്കാർക്കും നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും മനസ്സിലാകുന്നത് വരെ പ്രവർത്തിക്കുക എന്നതുകൂടിയാണ് KFUNAയുടെ ലക്ഷ്യം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത്, അതായത് ഒരു 2 മാസങ്ങളായിട്ട് KFUNAയുടെ ആഭിമുഖ്യത്തിൽ ഡെസാസീറ്റ് 2020 എന്നൊരു പേരിൽ ഒരു ടോക്ക് സീരീസ് നടത്തി വരികയാണ്. 17 ആഴ്ചകളിലായിട്ട് 17 ദിവസങ്ങളിലായിട്ട് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളെ 17 വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങളും അവരെ അതിനെ വിശകലനം ചെയ്യുന്ന രീതിയിലുള്ള ടോക്ക് സീരീസ് ഡെസാസീറ്റ് 2020 എന്നതിന്റെ ഭാഗമായിട്ട് നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ആക്റ്റീവായിട്ടുള്ള UN അക്കാഡമിക് ഇമ്പാക്ട് ആസ്പയർ ചാപ്റ്ററുകളുടെ ആഭിമുഖ്യത്തിലും ഈ പരിപാടികൾ നടന്നു വരികയാണ്. നമ്മുടെ കോളേജ് സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ വേൾഡ് ഡയബറ്റീസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡയറ്റ് പ്ലാൻ മേക്കിംഗ് കോമ്പറ്റീഷൻ നടത്തി, സലോട്ടോ എന്ന പേരിൽ. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ധാരാളം കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ റെസ്പോൺസുകൾ, അവരുടെ അടുത്തു നിന്നും ഡയറ്റ് പ്ലാനുകൾ നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്നും നല്ലൊരു ജേർണൽ ലെവലിൽ നിലവാരമുള്ള ഡയറ്റ് പ്ലാനുകൾ വരെ നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ബിഷപ്പ് ബെൻസിയർ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, അവരും ധാരാളം പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. വേൾഡ് ന്യൂ ബോൺ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് റേഡിയോ ടോക്കുകളും വെബിനാറുകളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതേപോലെ മെന്റൽ ഹെൽത്ത് ഡേയുമായിട്ട് ബന്ധപ്പെട്ടും നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ റീസെന്റ് ആയിട്ട് KFUNAയുടെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ UKF കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ അവിടുത്തെ IEEE IAS SBC യുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ടോക്ക് നടത്തുകയുണ്ടായി. അതിൽ കൊല്ലം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ മിസ് ഇലക്കി IAS ആണ് അതിൽ പങ്കെടുത്തത്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം പ്രോഗ്രാമുകളുമായിട്ട് KFUNAയും കേരളത്തിലെ വിവിധ UN അക്കാദമിക് ഇമ്പാക്ട് ആസ്പയർ ചാപ്റ്ററുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. And I am not making this more elaborate, and I am moving to the duty which is vested upon me. First, I would like to welcome the president of this event, Dr. Matthew P. Jonesa, principal of St. Thomas College, Korancheri. His visions are guiding us. He's always helping us with providing more and more opportunities in academics and non-academic streams. I am very much delighted to welcome you to this event, sir. Next, I would like to welcome the chief guest and keynote speaker of this event, Mr. P. Sandeep sir. To tell about P. Sandeep sir, he is working in multidisciplinary areas. Presently, he is the member in monitoring committees of 2 major departments under the Central Government of India. One is the Monitoring Committee for Education for Minorities and the Monitoring Committee for SC, STs and People with Disabilities Education. These 2 major monitoring committees fall under the Ministry of Human Resources Development, which is now renamed as the Ministry of Education under Government of India. And he was also former member in the Ministry of Health and Family Welfare, that the monitoring committees for funds in the Ministry of Health and Family Welfare. I think it was from 2015 to 2018. And he's also the director of
Center for South Indian Studies, New Delhi, and also he was a former coordinator of Vikas Bharati, which is an NGO which is based in Chandigarh. And next, I would like to welcome the patron of Kerala Forum on United Nations Academic Impact, Mr. Saji C. Thomas sir. He will be joining us from New York. And also, next, I would like to welcome all the faculty coordinators of the UNAI Aspire chapter of St. Thomas College, Koranjeri, Professor Arun John sir, Professor Suresh sir, Dr. Anju Miss, Dr. Martis Kurian sir, and everyone of the UNAI fraternity of St. Thomas College, Koranjeri. Next, I would like to welcome the State Student Governing Council members of the Kerala Forum on United Nations Academic Impact. I think everyone are here. I'm not naming everyone because we are 10 members in the council, and a lot of other UN Aspire chapters are also joined here. And also next, I would like to welcome, last but not the least, I would like to welcome the Iron Lady behind the UN Aspire chapter of St. Thomas College, Koranjeri, Miss Vishnu Maya, who has always been working with me as a co-convener in all the events organized by the UN Aspire chapter of St. Thomas College, Koranjeri. Next, I would like to welcome everyone who have joined our program via Google Meet and also through the YouTube live streaming. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി. I'd now like to invite our Honorable Principal, Dr. Matthew P. John, for the presidential address. United Nations Kerala ഘടകവും കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് UNI ചാപ്റ്ററും കൂടെ ചേർന്ന് സംയുക്തമായി ഇന്ന് നടക്കുന്ന സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന വെബിനാറിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ വെബിനാറിൽ മുഖ്യ ക്ലാസുകൾ എടുക്കുന്ന ബി സന്ദീപ്, അതോടൊപ്പം ഇതിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന അരുൺ സാർ, സുരേഷ് സാർ, മാർട്ടിസ്, അഞ്ജു ടീച്ചർ, അതോടൊപ്പം തന്നെ കോളേജിന്റെ ചാർജ് വഹിക്കുന്ന ഇന്ദുചൂടൻ, ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അതോടൊപ്പം തന്നെ സജി തോമസ് സാറ്, ഇങ്ങനെയുള്ള ഈ വെബിനാറിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വെബിനാർ ഈ സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് ഒക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലെ ഉള്ള ഒരു വെബിനാർ ധാരാളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ വെബിനാറിന്റെ വിവിധ മേഖലകളിൽ നമ്മൾക്ക് എടുക്കാം, അല്ലെങ്കിൽ വിവിധ രീതികൾ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി സാധിക്കും. ഒന്നാമതായിട്ട് ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാർക്കും ആവശ്യമായ വിദ്യാഭ്യാസം നൽകുകയും അതോടൊപ്പം തന്നെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുവാനുള്ള ഒരു സാഹചര്യം നാം ഒരുക്കുകയും ചെയ്യുക. വിദ്യാഭ്യാസം ലഭിക്കാതെ അതിനുള്ള സാധ്യതകൾ ലഭിക്കാത്ത ആൾക്കാരെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുവാന് നമുക്ക് സാധിക്കണം. ധാരാളം കുട്ടികളെ വിദ്യാഭ്യാസം ലഭിക്കാതെ നമ്മളുടെ നാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ലോകത്തൊക്കെ വിദ്യാഭ്യാസം ലഭിക്കാത്ത ധാരാളം ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ശരിയായ വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടി സാധിക്കാത്ത ആൾക്കാരുണ്ട്. മറ്റൊരു തരത്തില് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസം കൊടുക്കാത്ത ഒരു വിഭാഗമുണ്ട്. എന്നിരുന്നാലും ഈ വിദ്യാഭ്യാസം നമുക്ക് ഉയർച്ചയിലേക്ക് നമ്മൾ കൊണ്ടുപോകാനും ഈ ലോകത്തെ സുസ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്നു എന്നതിന് സംശയമില്ല. അടുത്ത കാലങ്ങളിലായിട്ട് അതിനു വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാല് നാം കൊടുക്കുന്ന വിദ്യാഭ്യാസം അത് ഈ ലോകത്തെ എങ്ങനെ ബാധിക്കുന്നു, ലോകത്തിന്റെ വികസനം എങ്ങനെ നമുക്ക് സാധ്യമാകുന്നു,
ലോകത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിക്ക് ഭംഗം വരാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് വികസിപ്പിച്ച് എടുക്കുവാൻ സാധിക്കുന്നു. ഇതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നമുക്ക് സാധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രകൃതിയെ ദുർവിനിയോഗം ചെയ്യാതെ, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾക്ക് ആവശ്യമായ പ്രകൃതിയുടെ വിഭവങ്ങൾ നാം കണ്ടെത്തി ഭാവി തലമുറയ്ക്ക് നൽകുവാൻ വേണ്ട ഒരു സാഹചര്യം നാം ഒരുക്കണം. അതോടൊപ്പം തന്നെ ഈ ലോകത്തിലെ സകല ജീവികൾക്കും നന്നായി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുവാനൊക്കെ നമുക്ക് കഴിയും. ഇതെല്ലാം സാധ്യമാകുന്നത് നാം യഥാർത്ഥമായ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അറിവും മറ്റുള്ളവർക്ക് കൊടുക്കുക കൂടിയാണ്. കേവലം നമുക്ക് ഒരു ജോലി സമ്പാദിക്കുക, സമ്പത്തുണ്ടാക്കുക, നാം ജീവിക്കുക എന്നുള്ളതല്ല. ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും അത് സ്ഥിരമായ അല്ലെങ്കിൽ പ്രകൃതിക്ക് ഭംഗം വരാത്ത രീതിയിൽ ഭാവിയിലുള്ള ഒരു തലമുറയ്ക്കും ഇതിന്റെ എല്ലാ പ്രയോജനവും കിട്ടത്തക്കവണ്ണം ഉള്ള ഒരു വിദ്യാഭ്യാസമായിരിക്കണം നമ്മൾക്ക്. ഈ ഒരുപക്ഷെങ്കില് ഈ വെബിനാറിലൂടെ പല ആംഗിളിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ലോകത്ത് മുഴുവൻ ആൾക്കാർക്കും അത് പ്രായഭേദം ഇല്ലാതെ അല്ലെങ്കിൽ ജാതിമത ഭേദമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ അറിവ് നേടുകയും ശരിയായ രീതിയിൽ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതായ ആവശ്യമുണ്ട്. ഇതിനു വേണ്ടിയാണ് നമുക്കൊക്കെ പല കാലഘട്ടങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിക്കൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കും. ഈ വെബിനാർ അതിനൊക്കെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന സദീപ് സാർ ഈ മേഖലകളിലൊക്കെ വളരെ അറിവുള്ള ഒരു ആളാണ്. മൈനോറിറ്റി സംബന്ധമായും അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ നിന്ന് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു മോണിറ്ററിയുടെ ഭാഗമായിട്ട് ഒക്കെ ഉള്ള മിനിസ്ട്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. തീർച്ചയായും കണക്കുകൾ സഹിതം അല്ലെങ്കിൽ പ്രായോഗികമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഈ വെബിനാറിന് ക്ലാസ് എടുക്കുവാന് സാധിക്കും. ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാർക്കും അത് പ്രയോജനകരം ആകും എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ ഈ വെബിനാർ സംഘടിപ്പിക്കുന്ന കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലെയും അതോടൊപ്പം തന്നെ കേരള ഫോറം കേരള ഘടകത്തെ UNA ഘടകത്തെയും ഞാൻ അനുമോദിക്കുന്നു. തീർച്ചയായും ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now, I'd like to welcome our esteemed chief guest, Mr. P. Sandeep, to deliver the keynote address. യുണൈറ്റഡ് നേഷൻസ് അക്കാഡമിക് ഇമ്പാക്ട് ഭാഗമായിട്ട് നടക്കുന്ന ഈ വെബിനാറിൽ പ്രസിഡൻഷ്യൽ അഡ്രസ് വെച്ച സെന്റ് തോമസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പി തോമസ്, ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച യുണൈറ്റഡ് നേഷൻ അക്കാഡമിക് ഇമ്പാക്ട് ഭാഗമായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ശ്രീ ഇന്ദുജൂഡൻ, മറ്റ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ, ഈ വെബിനാറിൽ അതിന്റെ ടോപ്പിക്കിനെ കുറിച്ച് ചെയ്യുന്ന സമയത്ത് 2 കോമ്പോണൻസ് ആണ് ഉള്ളത്. ഒന്ന് സസ്റ്റൈനബിലിറ്റി, രണ്ടാമത്തേത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. നമ്മളുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച നടക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളത്. അതിന് പലതരത്തിലുള്ള കാരണങ്ങളാണ് ആ വിഷയം ചർച്ച ചെയ്യപ്പെടാനായിട്ടുള്ള കാരണം. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് സസ്റ്റൈനബിലിറ്റി സുസ്ഥിരത അല്ലെങ്കിൽ സ്ഥായി ആയിട്ടുള്ളത് എന്നുള്ള മലയാള വാക്കുകൾ കൊണ്ടാണ് അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ സാധിക്കുന്നത്, അല്ലെങ്കിൽ നിലനിൽക്കുന്നത്, കൂടുതൽ കാലം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ സ്ഥായി ആയിട്ട് നിലനിൽക്കുന്നത് എന്നുള്ള വാക്കുകൊണ്ടാണ് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് സാധാരണ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട്, പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ട് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രൊഫഷണലിസം, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, ഈ 2 വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ കാണുന്നത്. പക്ഷെ
യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സമയത്ത് വിദ്യാഭ്യാസം ഒരു എന്താ പറയുക, പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിൽ എക്സൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പിന്നെ ഉപാധിയല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ പറയേണ്ട നല്ല പൗരന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണെന്ന് പറയാറുണ്ട്. പക്ഷെ അതുമല്ല യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി, ഒരു പദ്ധതി ആയിരിക്കണം വിദ്യാഭ്യാസം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നല്ല ക്ലാസ് മുറികൾ, ടെക്നോളജി അല്ലെങ്കിൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോഷ് ബിൽഡിങ്സ്, അതിന് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത്. പക്ഷെ മറിച്ച് പിന്നെ ഒരു വ്യക്തിയെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഒരു നല്ല മനുഷ്യനെ നിർമ്മിക്കാനായിട്ട് ഉപകരിക്കുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് വിദ്യാഭ്യാസം, ആ ക്വാളിറ്റി ഉള്ള ഒരു വിദ്യാഭ്യാസത്തെയാണ് നമ്മൾ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക്, പിന്നെ ഈ ലോകം എന്നുള്ള നിലയ്ക്ക്, മനുഷ്യ സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സൃഷ്ടിക്കേണ്ടത് അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ആദ്യം പറഞ്ഞ വാക്കുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം സസ്റ്റൈനബിലിറ്റി ആയിട്ട്, സുസ്ഥിരമായിട്ട് അല്ലെങ്കിൽ സ്ഥായിയായിട്ടുള്ള ഇതുമായിട്ട് ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ഭൂമി അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന വിദ്യാഭ്യാസം എന്നുള്ളത്. കാരണം നമ്മളുടെ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കടന്നു വരുന്ന ആളുകള് അവര് പിന്നെ കമ്പനികളും ടെക്നോളജിയും അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥയും എല്ലാം സൃഷ്ടിക്കുന്ന സമയത്ത് അവര് എന്തിന്റെ പിന്നാലെയാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ വളരെയധികം ആളുകൾ പോകുന്നത് പണത്തിന്റെ പിന്നാലെയാണ്. പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ പ്രശസ്തിയും പേരും നേടുന്നതിന് വേണ്ടിയിട്ട്, സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവര് പിന്നെ ആയിരക്കണക്കിന് ഡോളറുകളുടെ പേരിൽ ഫോബ് മാഗസിനിലെല്ലാം പേര് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അത് പിന്നെ അപകടത്തിലാക്കുന്നത് നമ്മളെ തന്നെയാണെന്നുള്ള ഒരു തിരിച്ചറിവ്. നമ്മളെ തന്നെ എന്ന് പറഞ്ഞെങ്കിൽ സാധാരണ രീതിയിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ആവറേജ് ഒരു 65-70 ഉള്ള ഒരു പിന്നെ ആനിമലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്നെ ജീവിയാണ്. അപ്പൊ കൂടുതൽ ഒരു 100-120 വർഷം വരെ ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവി വർഗമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ. അപ്പോ ആ ഒരു മനുഷ്യ എന്ന് പറയുന്ന ജീവിയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മള് ഈ പ്രകൃതിയെ തന്നെ അല്ലെങ്കിൽ ഭൂമിയെ തന്നെ അപകടത്തിലാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ പലരും പറഞ്ഞ പോലെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്, വരുന്ന കാലത്തിലെ തലമുറകളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് കുടിക്കാനായിട്ട് വെള്ളം ഉണ്ടാവുമോ, നല്ല വായു ഉണ്ടാവുമോ എന്നെല്ലാം ചിന്തിക്കുന്ന സമയത്ത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമ്മളെല്ലാം അത് കാണുന്നതാണ്. ഇപ്പോ കേരളത്തെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ, പിന്നെ ഏത് തരത്തിലാണ് 20-25 വർഷം കൊണ്ട് എങ്ങനെയാണ് മാറ്റം ഉണ്ടായത് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഡാറ്റ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാകും. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നു, പിന്നെ ഈ കൂടുതലായിട്ട് മഴയെല്ലാം പെയ്യുന്ന സമയത്ത് മഴ ഇത് ചെയ്തിട്ട് പിന്നെ മലയോര മേഖലകളിൽ നിന്ന് ജലം ഒഴുകി വരുന്ന സമയത്ത് ആ ജലം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളുടെ പ്ലെയിൻ ഏരിയ അല്ലെങ്കിൽ വാട്ടർ ഷെഡുകൾക്ക് അതിനെല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കേരളത്തിൽ തന്നെയുണ്ട്. വേനൽക്കാലം വന്നിട്ടുണ്ടെങ്കിൽ ചൂട് ക്രമാതീതമായി വരുന്നു. അപ്പൊ നമ്മൾ തന്നെ കഴിഞ്ഞ ഒരു ഇപ്പോ നിങ്ങളെല്ലാം പിന്നെ വളരെ എന്താ ബിരുദ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ആളുകളാണ്. ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന അധ്യാപകർക്ക്, പ്രത്യേകിച്ച് പ്രിൻസിപ്പാൾ
ശ്രീ മാത്യു പി ജോണിനെ പോലുള്ള സാറിനെ പോലുള്ള ആളുകൾക്കെല്ലാം അത് സ്വാഭാവികമായിട്ടും അറിയുന്ന ഒരു കാര്യമായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 20-25 വർഷം അല്ലെങ്കിൽ 30 വർഷത്തെ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായെന്ന് നമ്മൾ കൺമുന്നിൽ കണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ ഡൽഹിയിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോ ഡൽഹിയിൽ തണുപ്പ് കാലമാണ്. ഈ തണുപ്പ് കാലം തുടങ്ങുമ്പോഴും അവിടെ സ്മോഗ് എന്നാണ് സാധാരണ രീതിയിൽ പറയാറ്. പിന്നെ പുക വളരെ കാര്യമായിട്ട് ഉയരുന്നു. അങ്ങനെ പുക കാരണം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ സ്വാഭാവികമായിട്ട് ഡൽഹിയിൽ സംജാതമാകാറുണ്ട്. അപ്പോൾ ഈ തണുപ്പ് കാലത്ത് അതൊരു പ്രത്യേക ഫെനോമിനനാണ്. അത് മാത്രമല്ല, സാധാരണ രീതിയിൽ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് റോഡിലോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം, ഈവൻ വീടുകളിൽ ഇരിക്കുന്ന സമയത്ത് പോലും കണ്ണ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ണെല്ലാം പുകയുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതായത് അന്തരീക്ഷം അത്രയധികം മലീമസമായിരിക്കുന്ന ഒരു സാഹചര്യം ഡൽഹിയിലെല്ലാം കണ്ട്. ഈ വർഷം കുറച്ച് കുറവായിരിക്കും, കാരണം വാഹനങ്ങളുടെ ട്രാഫിക് എല്ലാം കുറച്ച് കുറവാണ് എന്നുള്ളതുകൊണ്ട് കാരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷെ ഡൽഹിയിൽ കഴിഞ്ഞ വർഷം വരെ ഈ സീസണിലെല്ലാം ജീവിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ അനുഭവിച്ച ആളുകൾക്ക് അറിയാം, ഡൽഹിയെ സാധാരണ രീതിയിൽ ഗ്യാസ് ചേംബർ എന്നാണ് വിളിക്കുക. കാരണം ഒരു ഗ്യാസ് ചേംബറിൽ എങ്ങനെയാണോ ജീവിക്കുന്നത്, ആ ഒരു കാലാവസ്ഥ ഡൽഹി പോലെയുള്ള ഒരു നഗരത്തിൽ സംജാതമാകുന്ന ഒരു, അല്ലെങ്കിൽ അത് റിയോക്കർ ചെയ്യുന്ന ഒരു പിന്നെ കാലാവസ്ഥയിൽ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മേഖലകളിലുമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോ എല്ലാ സ്ഥലങ്ങളിലും പ്രളയം ഒരു പിന്നെ റെഗുലർ ഫെനോമിനനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് പ്രളയം സംഭവിക്കുന്നു, മറുഭാഗത്ത് ജല ദൗർലഭ്യം നേരിടുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയെ പോലുള്ള ആളുകളെല്ലാം എല്ലാ വീടുകളിലും പൈപ്പിലൂടെ ജലം എത്തിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ജല ദൗർലഭ്യം, സ്വീറ്റ് അല്ലെങ്കിൽ പോർട്ടബിൾ വാട്ടർ, അതിന് ദൗർലഭ്യം നേരിടുന്ന ഒരു സാഹചര്യം, മറുഭാഗത്ത് പ്രളയം വളരെ നിത്യസംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥ, ക്ലൈമറ്റ് കെയോസ് എന്നെല്ലാം പറയാൻ പറ്റുന്ന, ക്ലൈമാറ്റിക് ചേഞ്ച് അല്ലെങ്കിൽ ക്ലൈമറ്റ് കെയോസ് എന്നെല്ലാം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ പിന്നെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന വാക്കിനെയും നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇത് തമ്മിലുള്ള ലിങ്ക് എന്താണ്, നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഭാവി രചിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തെ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, അല്ലെങ്കിൽ ഈ ഈ ഭൂമിയോട് മുഴുവൻ, അല്ലെങ്കിൽ ഭൂമിയിലെ ജീവജാലങ്ങളോട് മുഴുവൻ സ്നേഹവും കാരുണ്യവും കരുതലും കാണിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളുടെ സഹജീവികളെ പഠിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു സംരംഭമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പദ്ധതിയാണ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ഓരോ തലമുറയ്ക്കും കൊടുക്കേണ്ടത്. ആ ഒരു പിന്നെ വിദ്യാഭ്യാസ പദ്ധതി കരുപിടിപ്പിക്കേണ്ടതിന്റെ അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നതിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോ അങ്ങനെ പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് ഉണ്ടാവുന്നു, എന്തുകൊണ്ട് ഉണ്ടായി എന്ന ചോദ്യം ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കടന്നുള്ള ചില പിന്നെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിക്കുന്നത് മാത്രമല്ല, നമ്മളുടെ സമൂഹം തരുന്ന വിദ്യാഭ്യാസം, നമ്മളുടെ ഫാമിലി തരുന്ന വിദ്യാഭ്യാസം, ആ തരത്തിൽ നമ്മൾ പിന്നെ മാധ്യമങ്ങളിലൂടെ, സിനിമകളിലൂടെ, അല്ലെങ്കിൽ ഓരോ പിന്നെ കമ്മ്യൂണിക്കേഷൻ മീഡിയംസിലൂടെയും നമ്മളുടെ സെൻസസിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത് മാത്രം, ഓരോ സെൻസസിലൂടെയും, പിന്നെ കണ്ണിലൂടെ ആയാലും ചെവിയിലൂടെ ആയാലും നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങളെല്ലാം നമ്മളുടെ ക്യാരക്ടർ രൂപപ്പെടുത്തുന്നതിൽ, നമ്മളുടെ ചിന്താഗതികൾ രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെ എല്ലാം വന്ന് പിന്നെ നമ്മളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടർ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മേഖലകളിലൂടെ എല്ലാം വന്ന്
നമ്മളുടെ ഉള്ളിൽ കടന്നു വരുന്ന ആശയങ്ങൾ എന്താണ് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ഒരു കാരണം ഞാൻ പറയാൻ പ്രധാനമായിട്ടും ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് നമ്മൾ സാധാരണ രീതിയിൽ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ വായിക്കാറുണ്ട്, മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കി അല്ലെങ്കിൽ മനുഷ്യൻ കോൺക്രീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ എന്താ പറയുക, കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്നെല്ലാം പറയുന്ന പോലെ, അമേരിക്ക കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ കോൺക്വർ ചെയ്തു എന്നത് പോലെ ആണ് പലപ്പോഴും മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കി, മനുഷ്യൻ വിജയിയായി, മനുഷ്യൻ അല്ലെങ്കിൽ ശാസ്ത്രം വിജയിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ശാസ്ത്രം യഥാർത്ഥത്തിൽ പ്രകൃതിയെ കീഴടക്കിയോ അല്ലെങ്കിൽ മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വളരെ വലിയ ക്വസ്റ്റ്യൻ ആണ്. കാരണം മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ പ്രകൃതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന മനുഷ്യന് പ്രകൃതിയെ കീഴടക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്നുള്ള മാത്രമാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ എൻ്റെ ദൃഢമായിട്ടുള്ള വിശ്വാസം. കാരണം ഇപ്പൊ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി ലോകം മുഴുവൻ കീഴടക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരത്തിലുള്ളൊരു മഹാമാരിയോട് പൊരുതുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ നേരിടുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കാലഘട്ടം വരെ ശാസ്ത്രം ജയിച്ചുവെന്നും മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കിയെന്നും വിശ്വസിച്ച മനുഷ്യൻ എങ്ങനെയാണ് അത്തരമൊരു മഹാമാരിക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യനുണ്ട് എല്ലാ ടെക്നോളജിയും എല്ലാ സൗഭാഗ്യങ്ങളും അതിന്റെ മുന്നിൽ എങ്ങനെയാണ് നിഷ്ഫലമായി പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോ പ്രകൃതി വളരെ ശക്തമാണ്, പ്രകൃതിക്ക് എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കുന്നു, കോൺക്വർ ചെയ്യുന്നു എന്നുള്ള ആ ഒരു സങ്കല്പം തികച്ചും തെറ്റായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ നിന്നാണ് നമ്മൾ തെറ്റുള്ള ഈ പറയുന്ന വിദ്യാഭ്യാസം നമ്മളുടെ ഇത് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ആയാലും നമ്മളുടെ ചിന്താ പദ്ധതിയുടെ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന മോഡലുകൾ എന്ന് പറയുന്ന അമേരിക്കൻ മോഡലോ അല്ലെങ്കിൽ വെസ്റ്റേൺ മോഡലാണ് നമ്മൾ ഇന്ന് അഡോപ്റ്റ് ചെയ്തിട്ട് ഡെവലപ്മെന്റിലായാലും വിദ്യാഭ്യാസത്തിലായാലും അല്ലെങ്കിൽ ജീവിതത്തിന്റെ പല മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് അമേരിക്കൻ അല്ലെങ്കിൽ വെസ്റ്റേൺ മോഡലാണ്. ഈ വെസ്റ്റേൺ മോഡൽ അല്ലെങ്കിൽ അമേരിക്കൻ മോഡൽ എന്ന് പറയുന്നത് അത് റൂട്ട് ചെയ്യപ്പെട്ടുള്ളത്, അതിന്റെ ആങ്കർ എന്ന് പറയുന്നത് ആന്ത്രപ്പോസെൻട്രിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യ കേന്ദ്രീകൃത ആവാസ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാണ്. അതായത് വെസ്റ്റ് സങ്കല്പങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫിലോസഫി ആശയങ്ങൾ ഇതെല്ലാം പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കേന്ദ്രീകരിച്ചിട്ടുള്ളത് മനുഷ്യനാണ് ഭൂമിയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിലാണ്. മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആ ഒരു സങ്കല്പത്തിലാണ് ഇതെല്ലാം കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഈ വിദ്യാഭ്യാസ സമ്പ്രദായമെല്ലാം കേന്ദ്രീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ ഡെവലപ്മെന്റ് മോഡല് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതിന്റെ തിയറീസ്, പല തിയറീസ്, ഇപ്പൊ എക്കണോമിക് തിയറി എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ളത്, അതിന്റെ ഫിലോസഫി രൂപപ്പെടുത്തിയത് ഈ പറയുന്ന മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. അത് തന്നെ അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിന്റെ പരിമിതികൾ മൂലം നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയും വികലമായിട്ടുള്ള ചില ചിന്താഗതികൾ കടന്നുകൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സസ്റ്റൈനബിലിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കാത്ത പല പ്രവണതകളും നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും അല്ലെങ്കിൽ അതിന്റെ ഫിലോസഫി കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നിന്ന് മാത്രമേ ഇതിനൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മാനേജ്മെന്റ് വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് മാനേജ്മെന്റ് തിയറീസ് പഠിക്കുന്ന സമയത്ത് അതിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ആ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പഠിക്കുന്ന സമയത്ത് അതിലൊരു പ്രത്യേക ഞാൻ ആ സമയത്ത് വളരെയധികം ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തൊരു ഭാഗമാണ് ആ മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ ആ ഒരു ഭാഗം. അത് പറയുന്നത് മനുഷ്യന്റെ വാണ്ട്സിനെ കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ
എന്താ പറയുക, അതിനെ വർദ്ധിപ്പിക്കാനും അതിനു വേണ്ടിയിട്ട് മനുഷ്യന്റെ വാൺസ് കൂട്ടാൻ വേണ്ടിയിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫിലോസഫി ആയിട്ടാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ പിന്നെ അതിന്റെ ബേസിക്സ് പിന്നെ തയ്യാറാക്കിയിട്ടുള്ള പണ്ഡിതന്മാരെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ബോൺസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, മാർക്കറ്റിംഗ് മാനേജർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പഠിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ വോൺസിനെ പിന്നെ കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ട് പ്രലോഭനങ്ങളിലൂടെ അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു മാർക്കറ്റിംഗ് മാനേജറുടെ ചുമതല, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റിന്റെ ചുമതല എന്നുള്ളതാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾക്ക് എന്ത് വേണ്ടത്, വാൺസ് ആണ് വേണ്ടത്. നമ്മൾ സ്വാഭാവികമായിട്ടും വാൺസ് അല്ല ഇൻക്രീസ് ചെയ്യേണ്ടത്. വാൺസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു എൻഡ് ഉണ്ടാവില്ല. കാരണം 10 കിട്ടിയിട്ടുണ്ടെങ്കിൽ 100 കിട്ടണം എന്നുള്ള ഒരു പിന്നെ ഒരു മാനസികാവസ്ഥയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ആനപ്പാന എന്ന് പറയുന്ന ഒരു പൂന്താനത്തിന്റെ ഒരു കൃതിയുണ്ട്. അപ്പൊ അതിൽ ഒക്കെ അത്തരത്തിലുള്ള ചില പരാമർശം 10 കിട്ടിയിട്ടുണ്ടെങ്കിൽ 100 കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പിന്നെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നു, നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്ന വാൺസിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു തെറ്റായിട്ടുള്ള വികലമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഗാന്ധിജിയെ പോലെയുള്ള ആളുകളൊക്കെ ഫിലോസഫി എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഗാന്ധിജി ഈ ഭൂമിയിൽ ഇവിടുത്തെ ജനങ്ങളുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള എല്ലാം ഉണ്ട്, പക്ഷെ ഗ്രീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ളത് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ എക്കോ ഫിലോസഫി കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഫാക്ടറാണ്. അപ്പോൾ മനുഷ്യന്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിലുണ്ട്, പക്ഷെ അവന്റെ അത്യാഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനുള്ള ശേഷി ഈ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെയാണ് ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന വാചകം അല്ലെങ്കിൽ സുസ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥായി ആയിട്ടുള്ള വികസനം എന്നുള്ള സങ്കല്പത്തിന് ഏറ്റവും പ്രാധാന്യം വരുന്നത്. ആ ഒരു സ്ഥലത്താണ് ഈ ഗ്രീഡും നീഡും തമ്മിലുള്ള ഡിഫറൻസ് എവിടെയാണോ വരുന്നത് അല്ലെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസം വരുന്ന സ്ഥലത്താണ് ഈ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെയും ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കിടക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ അവിടെയാണ്. നമ്മൾ എന്താണ് പിന്നെ ആഗ്രഹിക്കേണ്ടത്, നമ്മളുടെ ജീവിതത്തിൽ എന്താവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളൊരു ഇതുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും ശ്രമിക്കുന്നത് നമ്മൾ എക്സൽ ചെയ്യാൻ ശ്രമിക്കണം. ഓരോ ഹ്യൂമൻ ബീങ്ങും അവന്റെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അവന്റെ പിന്നെ ധിഷണ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഈ ലോകത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾക്ക് എത്രത്തോളം അറിവുള്ളവരാൻ വേണ്ടിയിട്ട് സാധിക്കുമോ അതിനെല്ലാം വേണ്ടിയിട്ട് ശ്രമിക്കണം. പക്ഷെ ഒരിക്കലും പിന്നെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങളെ പിന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിലേക്ക് പിന്നെ അതിനെ ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു രീതിയല്ല നമ്മളുടെ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ നമ്മൾ കരുപിടിപ്പിക്കേണ്ട അല്ലെങ്കിൽ നേടിയെടുക്കേണ്ടത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അത് പറയാനായിട്ട് കാരണം എന്ന് പറയുന്നത്, ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്ന റൈറ്റ്സുകളെ കുറിച്ചാണ്. ഹ്യൂമൻ റൈറ്റ്സ്, പിന്നെ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൈറ്റ്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള റൈറ്റുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. നമ്മൾ ഒരിക്കലും പിന്നെ ഡ്യൂട്ടീസിനെ കുറിച്ച് ചർച്ച ചെയ്യാറില്ല നമ്മളുടെ രാജ്യത്ത്. അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികളിൽ എവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഡ്യൂട്ടീസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? നമ്മൾക്ക് ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എക്കോണമിക് തിയറിയെ കുറിച്ചെല്ലാം പറഞ്ഞു. ഈ എക്കോണമിക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വികലമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ച് അതിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്.
അതെല്ലാം ഈ പറയുന്ന എന്താ പറയുക, നമ്മൾ ഒരു എക്കോണമിക് ബൂം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് എങ്ങനെ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ എക്കോണമിക് ബൂം സൃഷ്ടിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ സങ്കല്പങ്ങൾ പോലും ഇപ്പോ ഉദാഹരണത്തിന് നിങ്ങളെല്ലാവരും വളരെ വിശുദ്ധമായിട്ടുള്ള രീതിയിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് GDP എന്ന് പറയുന്ന ഒരു സങ്കല്പം. എക്കോണമിയിൽ GDP എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല ഇന്നത്തെ പിന്നെ എക്കോണമിക് സിറ്റുവേഷനിൽ. അപ്പോ ഈ പറയുന്ന GDP എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അതിനൊറ്റ പ്രശ്നമേ ഉള്ളൂ. കാരണം അത് ഈ പ്രകൃതിയെ, നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയെ, അതിന്റെ ആവാസ വ്യവസ്ഥയെ, അതിന്റെ വാല്യൂവിനെ കണക്കിലെടുക്കാത്ത സങ്കല്പമാണ്, എക്കോണമിക് സങ്കല്പമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ജീവിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ജീവനോടെ നിൽക്കുന്ന ഒരു മരത്തിന്, ഏത് മരമായിക്കോട്ടെ, അതിന് GDP എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതില്ല എന്നുള്ളതാണ് ഉത്തരം. പക്ഷെ ആ മരത്തെ നിങ്ങൾ മുറിച്ച് താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു കമ്മോഡിറ്റി ആയിട്ട് മാറുന്ന സമയത്ത് അത് GDP-യിൽ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ GDP-യിൽ അതിനൊരു വാല്യൂ വരുന്നു. അപ്പൊ ജീവിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ജീവനോടെ നിൽക്കുന്ന ഒരു മരം, ആ മരം ഏത് തരത്തിലുള്ള സേവനമാണോ ഈ പ്രകൃതിക്ക് നൽകുന്നത്, ആ സേവനത്തെ കണക്കിലെടുക്കാനായിട്ട്, അതിനൊരു വാല്യൂ കൊടുക്കാനായിട്ട് കഴിയുന്ന ഒരു സങ്കല്പമല്ല ഈ പറയുന്ന GDP എന്ന് പറയുന്നത്. പക്ഷെ അതിനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് GDP എന്ന് പറയുന്ന ഇതിൽ ആഡ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മുടെ എക്കോണമിക് തിയറീസ് നൽകുന്നത്. ഇപ്പോ പിന്നെ പല രാജ്യങ്ങളും ഇതിന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില സങ്കല്പങ്ങളെല്ലാം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഭൂട്ടാനെ പോലുള്ള രാജ്യങ്ങൾ, ഭൂട്ടാനിൽ GNH എന്നാണ് അവർ സാധാരണ രീതിയിൽ അവരുടെ ഈ പറയുന്ന ഡെവലപ്മെന്റ് ഇത് അല്ലെങ്കിൽ അവരുടെ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറയുന്നത് GNH ആണ്, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ആണ് അവരുടെ മെഷർമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തില് പിന്നെ രാജ്യങ്ങൾ പോലും മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രാപ്പ് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് പലരും മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ ഈ സാധാരണ രീതിയിൽ നമ്മൾക്ക് ഒന്നും രക്ഷപ്പെടാൻ കഴിയാത്ത അത്രയധികം ശക്തി ഈ സംവിധാനത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ആളുകൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ആളുകൾക്ക് അത് പറഞ്ഞാൽ പോലും വേണ്ടത്ര പ്രാധാന്യം കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷെ നമ്മൾ ഈ സിറ്റുവേഷന്റെ ഗ്രാവിറ്റിയെ മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ, ഏത് തരത്തിലുള്ള കാര്യമാണ് മനുഷ്യൻ ഈ പ്രകൃതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോ ഈ കോവിഡ് വന്ന സമയത്ത് തന്നെ നമ്മൾ ചിലരെങ്കിലും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് മനുഷ്യൻ കുറച്ചു ദിവസം മാറി നിന്നതിലേക്കും വെനീസിലെ പിന്നെ കായലുകളിലെല്ലാം അരയന്നങ്ങളെല്ലാം വന്നത് എന്നുള്ള കാര്യമൊക്കെ. ചില സ്ഥലങ്ങളിലെല്ലാം പിന്നെ വെള്ളം ശുദ്ധമായപ്പോഴേക്കും ഡോൾഫിനുകൾ വരുന്നു, അരയന്നങ്ങൾ വരുന്നു. പല സ്ഥലത്തും പൊല്യൂഷൻ എല്ലാം മാറിയിട്ട് ആകാശമെല്ലാം ക്ലിയർ ആകുന്നു, ജലാശയങ്ങള് വളരെ സുതാര്യമായിട്ട് മാറുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന കോവിഡ് കാലഘട്ടത്തിൽ സംഭവിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ മനുഷ്യൻ ഏത് തരത്തിലുള്ള ക്രൂരതയാണ് പ്രകൃതിയോട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്ത ഉദാഹരണങ്ങളാണ് അതിലൂടെ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം 3 മാസം മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഒന്ന് സൈഡിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഏത് തരത്തിലാണ് പ്രകൃതി അതിനെ റീജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രകൃതി തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ പ്രകൃതി ഏത് തരത്തിലാണ് സപ്രസ് ചെയ്തിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം കാണുന്ന സമയത്താണ്. അപ്പോ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും നടന്നിരിക്കുന്നു. ഉദാഹരണത്തിന് കടൽ എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ആ കടല് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ട് ഡംപ് ചെയ്തിട്ട് അതിനെ ഒരു ഡംപിങ് യാർഡാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. എല്ലാ മേഖലകളിലും പിന്നെ ഡംപിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ആമ അല്ലെങ്കിൽ തിമിംഗലങ്ങള്, മറ്റ്
ജീവിവർഗങ്ങൾ അവരെല്ലാം പ്ലാസ്റ്റിക് കഴിച്ച് അവരുടെ ആമാശയെല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം സംജാതമായിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ അവിടെ ഉള്ള മത്സ്യസമ്പത്താണെങ്കിൽ ട്രോളിങ് അങ്ങനത്തെ കാര്യങ്ങളൂടെ എക്സസ് ആയിട്ട് നമ്മൾ കോരിക്കൊണ്ടുവന്ന് പിന്നെ മാർക്കറ്റുകളിൽ വിൽപ്പനയ്ക്ക് വെക്കുന്നു. അപ്പൊ ഇതിലൂടെ എല്ലാം ഒരു സ്ട്രെസ്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ജീവി വർഗങ്ങളെ നമ്മൾ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ എന്ന് പറയുന്ന, അതായത് പിന്നെ നമ്മളെല്ലാവരും പിന്നെ സാധാരണ രീതിയിൽ സയൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ആളുകളാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഉണ്ടായത് തന്നെ പരിണാമ പ്രക്രിയയുടെ ഒരു പ്രത്യേക ദിശയിൽ മാത്രമാണ് എന്ന് നമുക്കറിയാം. അതിനു മുമ്പ് പലതരത്തിലുള്ള ജീവി വർഗങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം 4.5 ബില്യൺ ഇയേഴ്സ് പ്രായമുള്ള ഈ ഭൂമിയിൽ ആ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ജൈവ പ്രക്രിയകൾ അല്ലെങ്കിൽ പരിണാമ പ്രക്രിയയുടെ ഏതോ ഒരു സമയത്ത് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ജീവിയായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ഈ പറയുന്ന ഹോമോസാപ്പിയൻസ്, അവര് പ്രകൃതിയോട് ക്രൂരതയുടെ ഒരു നേരുദാഹരണങ്ങളാണ് ഇതെല്ലാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ജീവികൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇപ്പോഴത്തെ ഒരു മിനിമം ടെമ്പറേച്ചറിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടം വരും. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ആന്ത്രോപോസെൻട്രിക്, അതായത് മനുഷ്യ കേന്ദ്രീകൃതമാണ് ഭൂമി എന്നുള്ള സങ്കല്പം തികച്ചും തെറ്റാണ്. ഈ ഭൂമിയിലെ തേനീച്ചകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയാലോ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന നിസാരരെന്ന് കരുതുന്ന ഉറുമ്പുകളെല്ലാം ഒരു ദിവസം കൂട്ടത്തോടെ ചത്തൊടുങ്ങിയാൽ പോലും കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്കും ചത്തൊടുങ്ങാൻ വിധിക്കപ്പെട്ട ഒരു ജീവിവർഗം മാത്രമാണ് മനുഷ്യൻ എന്നുള്ള തിരിച്ചറിവ്, അല്ലെങ്കിൽ ആ ഒരു ബോധം വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട കാലഘട്ടമാണ്. കാരണം ഈ പറയുന്ന ഭൂമി എന്ന് പറയുന്ന ഇതിനെ നിലനിർത്തണമെങ്കിൽ അത് ആവശ്യമാണ്. പിന്നെ വളരെ വിഖ്യാതനായിട്ടുള്ള തിയറിറ്റിക്കലിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിങ്സ്, അദ്ദേഹത്തിന്റെ ഒരു പരാമർശവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരാമർശമാണ്. മനുഷ്യൻ ഗോളാന്തര യാത്രകൾ ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്പേസ് ഷട്ടിൽസ് നിർമ്മിക്കുന്നതിനെ കുറിച്ച്, അതിലൂടെ ചൊവ്വയും അല്ലെങ്കിൽ ഒരു യുദ്ധത്തിനപ്പുറത്തുള്ള സൂര്യന്മാരുടെ ഗ്രഹങ്ങളെ കണ്ടെത്തി അവിടേക്കെല്ലാം കുടിയേറി പാർക്കിനെ കുറിച്ചെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചെല്ലാം സങ്കല്പങ്ങളും ഇതെല്ലാം മെനയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞത് അധികം വൈകാതെ ഈ ഭൂമി പറയുന്നത് ഒരു കുപ്പക്കൂമ്പാരമായിട്ട് മാറും. അങ്ങനെ കുപ്പക്കൂമ്പാരമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ മാറ്റുന്നത് മനുഷ്യനാണ്. അങ്ങനെ മനുഷ്യൻ ഈ ഭൂമിയെ ഒരു കുപ്പക്കൂമ്പാരമാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. അപ്പോ പിന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് മറ്റ് ഗ്രഹങ്ങളിലേക്ക് കുടിയേറുക എന്നുള്ളതാണ്. അങ്ങനെ മറ്റു ഗ്രഹങ്ങളിലേക്ക് കുടിയേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു നാൾ കഴിയുമ്പോൾ ആ ഗ്രഹത്തെയും ഈ തരത്തിൽ കുപ്പക്കൂമ്പാരമാക്കി മാറ്റും. പിന്നെ അടുത്ത ഗ്രഹം തേടി പോകണം, അടുത്ത കുപ്പക്കൂമ്പാരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടത്തിയത് ഞാൻ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നു. അപ്പോ ഇത്തരത്തില് പിന്നെ കുപ്പക്കൂമ്പാരങ്ങൾ സൃഷ്ടിക്കുന്ന, നമ്മൾക്ക് ലഭിച്ച കുപ്പക്കൂമ്പാരം സൃഷ്ടിക്കുന്ന ഒരു ജീവിയായിട്ടാണോ മനുഷ്യൻ മാറേണ്ടത്, അതോ മനുഷ്യനായിട്ട് മാറി സ്നേഹത്തോടെയും കരുണയോടെയും കരുതലോടെയും ഈ ഭൂമുഖത്ത് ജീവിക്കാനും ഈ ഭൂമിയെ ഒരു സ്വർഗമാക്കി മാറ്റാനും ശ്രമിക്കേണ്ട ഒരു ജീവിയായിട്ടല്ലേ നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ള ആ ചോദ്യത്തിലാണ് നമ്മളുടെ ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പ്രാധാന്യത്തോടെ കൂടിയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളുടെ പൂർവികന്മാര് നമ്മളുടെ പിന്നെ തലമുറ ചെയ്തതെല്ലാം മണ്ടത്തരമാണ്, നമ്മൾ മാത്രമാണ് അറിവുള്ളവരെന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ അത്
തികച്ചും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോ യാതൊരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും ഇല്ലാത്ത നമ്മളുടെ മുതുമുത്തച്ഛനോ അല്ലെങ്കിൽ മുത്തശ്ശിയോ മുതുമുത്തശ്ശിയോ എല്ലാം ഇവിടെ നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ട്. അവർ പലതരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അവരും നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചത്. അതുകൊണ്ട് അല്ലെങ്കിൽ അവർ പലതരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഉള്ളത് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവർ ജീവിച്ച കാര്യങ്ങൾ അത് പലപ്പോഴും പിന്നെ തെറ്റായിട്ടുള്ള രീതിയിൽ പ്രചരണങ്ങളിലൂടെ തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. അല്ലെങ്കിൽ ചില ആശയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഉദാഹരണത്തിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ പല സ്ഥലങ്ങളും സർപ്പക്കാവുകൾ, പല വീടുകളിലും സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇപ്പോഴും പല വീടുകളിലും സർപ്പക്കാവുകളുണ്ട്. അവരുടെ പ്രത്യേക വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള സർപ്പക്കാവുകൾ. ഈ സർപ്പക്കാവുകളെ ഒരു കാലത്ത് പിന്നെ അന്ധവിശ്വാസം എന്ന് പറയുന്നുകൊണ്ട് അതിനെ വെട്ടി നശിപ്പിക്കണമെന്നും ഇല്ലാതാക്കണമെന്നും ഇവിടെ ക്യാമ്പയിനുകൾ നടന്നിരുന്നു. അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു, സെമിനാറുകൾ നടന്നിരുന്നു. അങ്ങനെ വിശ്വസിച്ചിന്റെ സർപ്പക്കാവുകളും ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് വിശ്വസിച്ചതിന്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ ഈ പറയുന്ന സർപ്പക്കാവുകളെല്ലാം ഇല്ലായ്മ ചെയ്യുകയും അത് ആ സ്ഥലങ്ങളിൽ ക്ലീൻ ചെയ്യുകയും അവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ആ ലാൻഡ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഒക്കെ നടത്തിയ ആളുകൾ നമ്മുടെ നാട്ടിലല്ല, വെസ്റ്റേൺ കൺട്രീസിലെല്ലാം പഠനം നടത്തിയ ആളുകളെല്ലാം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സർപ്പക്കാവുകൾ എന്ന് പറയുന്നത് വളരെ ബയോഡൈവേഴ്സിറ്റി നിലനിൽക്കുന്ന സേക്രഡ് ഗ്രോവ് എന്നാണ് പറയുന്നത്. അങ്ങനെ ബയോഡൈവേഴ്സിറ്റി നിലനിൽക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനമാക്കിയിട്ടാണ് അതിനെ നിലനിർത്തിയിരുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അത്തരത്തിലുള്ള സേക്രഡ് ഗ്രോവ്സ് അല്ലെങ്കിൽ സർപ്പക്കാവുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പദ്ധതികൾ നമ്മളുടെ നാട്ടിലെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോ ചില കാര്യങ്ങൾ നമ്മൾ തലമുറകളായിട്ട് പരിപാലിച്ച് വന്ന പല വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെന്ന് പറഞ്ഞ് നശിപ്പിക്കുന്നു. അങ്ങനെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് നശിപ്പിച്ചതിന് ശേഷം വീണ്ടും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. കാരണം അതിന്റെ ജൈവ പ്രക്രിയയിൽ അല്ലെങ്കിൽ ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ അതിന് ചില പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അടിസ്ഥാനത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോ ഇത്തരത്തിൽ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സമയത്ത് ഈ ചില പൊള്ളയായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ പൂർവികന്മാർ മുഴുവൻ വിഡ്ഢികളായിരുന്നില്ല എന്നും അവർ ചില ചിന്തയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തിയത് എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ഭാരതം എന്ന് പറയുന്ന ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ട്രഡീഷൻ അല്ലെങ്കിൽ അതിന്റെ ഹെറിറ്റേജ് ഇത് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഹെറിറ്റേജിൽ ഒന്നാണ് ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം. ഈ ഉപനിഷത്തും വേദം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തന്നെ ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു റിലീജിയസ് ടെക്സ്റ്റ് ആണെന്നുള്ളത്. വേദങ്ങളോ ഉപനിഷത്തുകളോ ഒരു റിലീജിയസ് ടെക്സ്റ്റ് അല്ല എന്നുള്ള സത്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അതൊരു സ്കൂളാണ്. അതായത് നമ്മളുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ഇത്തരത്തില് ഭൂമിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും മനുഷ്യനെ കുറിച്ചും എല്ലാം ചിന്തിച്ച ഋഷിമാര് അവര് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്ത അവരുടെ അറിവിന്റെ ശേഖരത്തെയാണ് വേദമെന്നും ഉപനിഷത്തെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അതിൽ അഗാധമായിട്ടുള്ള ജ്ഞാനമാണ് അല്ലെങ്കിൽ തിരിച്ചറിവുകൾ, വെളിപാടുകളാണ് അത്തരം ടെക്സ്റ്റുകളുള്ളത്. ചില റിച്വലിസ്റ്റിക് ആയിട്ടുള്ള പാർട്ട് അതിലുണ്ട് എന്നുള്ള സത്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതിനപ്പുറം ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഫിലോസഫി, ആ ഫിലോസഫി വേദങ്ങളിലും ഉപനിഷത്തുകളിലും എല്ലാം ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളെ കുറിച്ച് മാത്രം ഞാൻ ഇതില് സ്മരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈശാവാസ്യ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്ത്. ആ ഉപനിഷത്തിന്റെ ശാന്തി മന്ത്രം ഈശാവാസ്യമിതം സർവം യത്കിഞ്ചിത് ജഗത്യം തെക്തേന മുഞ്ചിത മാകൃത കസ്യ സിദ്ധനം എന്ന് പറയുന്ന അതിന്റെ തുടക്കത്തിലുള്ള ശാന്തി മന്ത്രം, അത് ഏത് തരത്തിലാണ് മനുഷ്യൻ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കേണ്ടത് എന്നുള്ള ഇതിന്റെ പരമപ്രധാനമായിട്ടുള്ള ഒരു
ശ്ലോകമായിട്ടാണ് അതിനെ കാണേണ്ടത്. ഗാന്ധിജിയുടെ പിന്നെ എക്കോ ഫിലോസഫി, ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വേഴ്സ് അല്ലെങ്കിൽ ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈശാവാസ്യത്തിന്റെ ഈ പറയുന്ന ശാന്തി മന്ത്രമാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. ഇതിന്റെ ഈ എക്കോ ഫിലോസഫിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇതായിട്ട് അദ്ദേഹം പറയുന്നത് ഈ നീഡ് വേഴ്സസ് ഗ്രീഡ് എന്ന് പറയുന്നതിന്റെ ബേസ് ആയിട്ട് അദ്ദേഹം പറയുന്നത് ഈ ഈശാവാസ്യ ഉപനിഷത്തിലെ ഈ ശാന്തി മന്ത്രമാണ്. അതേപോലെ തന്നെ പിന്നെ ലോകത്തിന് മുഴുവൻ അല്ലെങ്കിൽ UN പോലെയുള്ള ഫോറത്തിന് പോലും മാതൃക ആയി മാറിയ അല്ലെങ്കിൽ മാതൃകയാകുന്ന ഒന്നാണ് അഥർവവേദത്തിലെ ഭൂമി സൂക്തം എന്ന് പറയുന്ന സൂക്തം. ഭൂമി എങ്ങനെയാണ് മനുഷ്യരെ നമ്മൾക്ക് ജീവൻ നൽകുന്നത് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നത്, ആ ഭൂമി പ്രകീർത്തിക്കുന്ന, ഭൂമിയെ വണങ്ങുന്ന ഭൂമി സൂക്തം പോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള പല ഫിലോസഫിക്കൽ അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള ചിന്താ പദ്ധതികൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ പാരമ്പര്യത്തിലുണ്ട്. ആ പാരമ്പര്യത്തിലുള്ള അറിവുകളെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുന്ന സമയത്ത് മാത്രം നമ്മൾക്ക് നമ്മളുടെ വിദ്യാഭ്യാസ പദ്ധതിയെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുക. അങ്ങനെ രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മൾ ഉറപ്പുവരുത്താൻ കഴിയുക. പക്ഷെ ഇതിനെല്ലാം ആധാരശിലയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒറിജിനൽ തിങ്കിങ് ആണ്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ വെസ്റ്റേൺ എന്തും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ തരുന്ന കാര്യങ്ങൾ നമ്മളിവിടെ എടുത്തുപയോഗിക്കുന്നു. പാശ്ചാത്യന്റെ സയൻസ്, പാശ്ചാത്യന്റെ ഫിലോസഫി, പാശ്ചാത്യന്റെ പിന്നെ സൈക്കോളജി, ഈ കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ എടുത്തുപയോഗിക്കുന്നു. അറിവ് നേടുന്നതിൽ ഞാൻ ഒരിക്കലും എതിരല്ല. പാശ്ചാത്യർ എന്ത് ചിന്തിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, അവന്റെ സയൻസ് എന്താണ്, അവന്റെ ഫിലോസഫി എന്താണ്, അവന്റെ സൈക്കോളജി എന്താണ്, അവന്റെ മെഡിസിൻ എന്താണ്, എല്ലാം അറിയാം. നമ്മൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അറിവ് നേടാൻ ഏതറ്റം വരെ പോകും. പക്ഷെ നമ്മളുടെ നാട്ടിൽ നമ്മളുടെ ജീവിതത്തിന്, നമ്മളുടെ ജീവിതക്രമത്തിന് എന്താണ് ഉപയുക്തമായത് എന്നുള്ളത് ചിന്തിച്ചു അതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി വിഭാവനം ചെയ്യാനും അത് വളർത്തിയെടുക്കാനും വേണ്ട ചുമതല നമുക്കുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 70 വർഷത്തെ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ, പിന്നെ കൊളോണിയൽ ഭരണത്തിന്റെ ഈ ചരിത്രമെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എവിടെയോ നമ്മളുടെ ജീവിത പദ്ധതികൾ കൈമോശം വന്നു പോയി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒറിജിനൽ ആയിട്ടുള്ള ആശയങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഒറിജിനൽ ആയിട്ടുള്ള തിങ്കിങ്, ആ ഒരു ചിന്താധാരയെ വളർത്തിയെടുക്കാൻ ശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അപ്പോൾ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒറിജിനൽ തിങ്കിങ്, ഒറിജിനൽ ആയിട്ടുള്ള ആശയങ്ങൾ, അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായിട്ടൊരു പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയായിട്ട് മാറണം. അപ്പോൾ ആ ഒറിജിനൽ പിന്നെ ചിന്തയ്ക്കും ആശയങ്ങൾക്കും അതിൻ്റെ പിന്നെ ബഹിർഗതങ്ങൾക്കും എല്ലാം വളരെയധികം പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ സസ്റ്റൈനബിലിറ്റി, ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ള ഈ ഒരു പിന്നെ ടോപ്പിക്കിനെ കാണേണ്ടത് എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതില് മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ ഈ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് JC ബോസിനെ കുറിച്ച്. അദ്ദേഹം ഒരു ഫിസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു ബയോഫിസിസ്റ്റ് കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന് വളരെയധികം സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലുള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തെ അയച്ചത് ബംഗാളി ഭാഷയിൽ, ഇംഗ്ലീഷ് ഭരണമായിരുന്നു, കൊളോണിയൽ ഭരണമായിരുന്നു. ഇംഗ്ലീഷ് സ്കൂളുകളിൽ അയക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാരൻസും ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് ഉന്നത നിലയിലുണ്ടായതുകൂടെ JC ബോസിനെ അദ്ദേഹത്തിന്റെ പിതാവ് അയച്ചത്, ആദ്യമായിട്ട് അയച്ചത് ഒരു സാധാരണ ബംഗാളി പഠിപ്പിക്കുന്ന ഒരു സാധാരണ പള്ളിക്കൂടത്തിലേക്കായിരുന്നു. ആ പള്ളിക്കൂടത്തിൽ അദ്ദേഹത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പഠിച്ചത് സാധാരണരായിട്ടുള്ള വിദ്യാർത്ഥികളായിരുന്നു. അവിടെ നിന്നാണ് JC ബോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആശയവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ
ആ ചിന്താമണ്ഡലം രൂപപ്പെട്ടത് എന്ന് അദ്ദേഹം വിമർശിച്ചിട്ടുള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ജെസി ബോസ് അദ്ദേഹം പിന്നീട് പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു കണ്ടുപിടുത്തമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. നമ്മളുടെ പിന്നെ പ്ലാന്റുകൾ അല്ലെങ്കിൽ ചെടിക്ക് സെന്റിമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്കും കോൺഷ്യസ്നെസ്സോ അല്ലെങ്കിൽ അവര് പിന്നെ അവരുടെ ബാഹ്യമായിട്ടുള്ള ഇതിനോട് പ്രതികരിക്കും എന്നുള്ള ഒരു കണ്ടുപിടുത്തം വളരെ പ്രാധാന്യമുള്ള ഒരു കണ്ടുപിടുത്തമാണ്. കാരണം അതുവരെ ഇതെല്ലാം ഒരു മെക്കാനിക്കൽ ഇതിലൂടെ കണ്ടിരുന്ന ഒരു ലോകത്ത് അദ്ദേഹം അത്തരത്തിലുള്ള ചില കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലോകത്തിൽ നിലവിലുള്ളതായിട്ട് പല അതുമായിട്ടുള്ള ബുക്കുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന മനുഷ്യൻ മാത്രമല്ല, ഓരോ ജീവിയും ആ ജീവിയുടെ ഇമ്പോർട്ടൻസ്, അതിനും സെന്റിമെന്റ്സ് ഉണ്ട്, എമോഷൻസ് ഉണ്ട്, ജീവികൾക്ക് പോലും എമോഷൻസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ആ ഒരു പിന്നെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾക്ക് രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. ജെസി ബോസിനെ പോലെ പിന്നെ ആളുകൾ നമ്മൾക്ക് മാതൃകയായിട്ടും മാറണം. ഇക്കാര്യത്തിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസം വേണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഏകദേശം 3 വർഷക്കാലത്തോളം തുല്യമായിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരായിട്ടുള്ള അധ്യാപകർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുന്ന സമയത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള ജെസി ബോസിന് കുറഞ്ഞ ശമ്പളം കൊടുത്ത സമയത്ത് ശമ്പളം വാങ്ങിക്കാതെ 3 വർഷം ജോലി ചെയ്തുകൊണ്ട് 3 വർഷത്തിലധികം ജോലി ചെയ്തുകൊണ്ട് തൻ്റെ പഠനവും തൻ്റെ പരീക്ഷണങ്ങളും എല്ലാം തുടർന്ന് പിന്നെ ഒരു ഉന്നതമായിട്ടുള്ള വ്യക്തിത്വമായിരുന്നു ജെസി ബോസ്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഉന്നതമായിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള പിന്നെ ഒരു എന്താ പറയുക വിദ്യാഭ്യാസത്തിന് ശ്രമിച്ച ആളുകളായിരുന്നു. അവരുടെ പാത പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാതൃകയായിട്ട് ഒരു ബെഞ്ച് മാർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ആളുകളെ മാതൃകയാക്കിക്കൊണ്ടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മറുപടി നൽകാം. The true purpose of education is met when there is an unbiased interaction between educators and the educated. That was indeed an eye-opening talk by Sandeep Kumar sir. I would now like to welcome our dear participants to raise their concerns and queries to Sandeep sir. The participants can post their questions in our chat box and the same shall be conveyed to sir, one at a time. The platform is now open to questions. Okay, so Amarnath S has asked a question. Is artificial intelligence indeed a threat or a stepping stone to a better world? ടെക്നോളജി ഒരു ഭീഷണിയായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. പക്ഷെ ടെക്നോളജി ഏറ്റവും വരെ പോകണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനെ പോലും കീഴടക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് പല പ്രവചനങ്ങളും നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏതറ്റം വരെ പോകണം, അത് മനുഷ്യനെയും ഈ പ്രകൃതിയെയും കീഴടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകണോ നമ്മൾ ആലോചിക്കണം. പക്ഷെ ടെക്നോളജിക്ക് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ടെക്നോളജി രീതിയിൽ രൂപപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ സാധാരണ ഫിലമെന്റ് ബൾബുകൾ യൂസ് ചെയ്ത് ഇപ്പോൾ LED ബൾബുകളാണ് യൂസ് ചെയ്യുന്നത്. അത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, അതിലൊരു ചേഞ്ചാണ്. അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും പിന്നെ പ്രകൃതിയെ സംബന്ധിച്ചുള്ള വളരെയധികം മാറ്റം ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ പ്രകൃതിയെ സംബന്ധിച്ചുള്ള ഒരു പരിധി വരെ ഒരു നല്ല ഒരു ഇമ്പാക്റ്റ് ആണ് അതിലൂടെ ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രകൃതിക്ക് അല്ലെങ്കിൽ ഈ സസ്റ്റൈനബിലിറ്റി പോസിറ്റീവായിട്ടുള്ള ടെക്നോളജീസും ഇതുവെല്ലാം കൊണ്ടുവരണം. പക്ഷെ അതിന്റെ ലിമിറ്റിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കും. Okay, thank you, sir. Next question is raised by Ashwini Rajendran.
Sir, how can we inculcate such values among school students? സ്വാഭാവികമായിട്ടും സ്കൂൾ സ്റ്റുഡൻസിന്റെ ഉള്ളില് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ പദ്ധതിയിൽ സിലബസിൽ മാറ്റം വരേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് ഫസ്റ്റ് കാര്യം. പക്ഷെ സിലബസിൽ മാത്രമല്ല മാറ്റം വരേണ്ടത്, ഓരോ വീടുകളിലും അച്ഛനമ്മമാരുടെ പിന്നെ ചിന്തയിലെ അടക്കം മാറ്റം വരണം. അയൽപക്കത്തെ വീട്ടിലെ കുട്ടി നല്ല രീതിയിൽ എക്സൽ ചെയ്യുന്ന സമയത്ത് അവനെ പഠിക്കണം അല്ലെങ്കിൽ മാറണമെന്ന് പറയുന്നത് ആ ഒരു മാനസിക ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് ഓരോ കുട്ടിയും എന്താണോ ആ കുട്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ കഴിയുന്ന രീതിയിൽ അവനെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് അവന്റെ ആ കുട്ടി അവനോ അവളോ ആ കുട്ടിയെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പാരന്റ്സും എഡ്യൂക്കേഷനിസ്റ്റുകളും എല്ലാം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനു വേണ്ടിയിട്ടുള്ള മാറ്റം നമ്മളുടെ വീടുകളിലും വിദ്യാഭ്യാസ പദ്ധതിയിലും. അത് മാത്രമല്ല, സിനിമ, മാധ്യമങ്ങൾ, അത്തരത്തിലുള്ള മീഡിയംസിലൂടെ ഈ ഒരു മാറ്റം വരണം. എന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതായത് ഒരു സമൂലമായിട്ടുള്ള ഒരു പരിവർത്തനം, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരേണ്ട കാലഘട്ടമാണ്. Thank you, sir. Now we have a question from Vishnu Maya. What is the difference between protecting the environment and preserving the environment? പ്രൊട്ടക്ടിങ് ദ എൻവയറമെന്റ്, പ്രിസർവിംഗ് ദ എൻവയറമെന്റ് രണ്ട് ഇതാണ്. ഇപ്പോ ഞാനിതിലൊരു രസമായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം കണ്ടപ്പോ വളരെ ജോക്ക് എന്നുള്ള നിലയ്ക്കോ ഏത് തരത്തിൽ വേണമെങ്കിലും എടുക്കാം, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഈ പറയുന്ന നമ്മുടെ താങ്ക്സ് ഗിവിംഗ് ഡിന്നറുകളൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ താങ്ക്സ് ഗിവിംഗിന്റെ സമയമാണ് അമേരിക്കയിൽ. അപ്പൊ അവിടെ അമേരിക്കൻ പ്രസിഡന്റിന് വൈറ്റ് ഹൗസിൽ കിട്ടുന്ന ടർക്കികൾ, ഈ ടർക്കി കോഴികളെയാണ് താങ്ക്സ് ഗിവിംഗില് പിന്നെ കശാപ്പ് ചെയ്യുകയും പിന്നെ വിഭവങ്ങളാക്കിയിട്ട് ആളുകൾക്ക് വിളമ്പുകയും ചെയ്യുന്നത്. അപ്പോ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിന് കിട്ടുന്ന ടർക്കികളെ മാപ്പ് കൊടുത്ത് വിട്ടുന്നതായിട്ടുള്ള ഒരു വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ടു. അപ്പൊ എനിക്കിത് വളരെ രസകരമായിട്ട് തോന്നി. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ ടർക്കികളെ മാപ്പ് കൊടുത്തത്? കൊലക്കുറ്റം ചെയ്തോ? എന്ത് തെറ്റാണ് ഈ ടർക്കി ചെയ്തത്? കാരണം ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ക്രീച്ചറാണ്. അതിനെ ഇവര് പിന്നെ വില കൊടുത്ത് മേടിച്ചിട്ട് ഒരാൾക്ക് സംഭാവന ചെയ്യുന്നു, എന്നിട്ട് പിന്നെ അതിനെ മാപ്പ് കൊടുത്ത് വിട്ടതായിട്ട് ഉള്ളവരുത്. അപ്പൊ ഇങ്ങനത്തെ പലതരത്തിലുള്ള വേർഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ അറഗൻസിൽ നിന്നുണ്ടാവുന്നതാണ്. നമ്മൾ ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു അറഗൻസ് ആണ്. ശരിക്കും പ്രിസർവേഷൻ, നമ്മൾ പ്രിസർവ് ചെയ്യണം എന്നുള്ളത്, പക്ഷെ നമ്മൾ പ്രിസർവ് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് പോലും നമ്മളതില് എന്താ പറയുക, അതിലൊരു അറഗൻസ് ഉണ്ട്. ആന്ത്രോപോസെൻട്രിക് അതിന്റെ ഒരു ഫോം അവിടെ ഉണ്ട്. നമ്മൾ എന്ന് പറയുന്ന ഇത് നല്ല രീതിയിൽ, അതായത് മനുഷ്യൻ എന്ന് പറയുന്ന ജീവി നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിസർവ് ചെയ്യേണ്ട, പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇതിനെ ഇൻഫ്രിഞ്ച് ചെയ്തുകൊണ്ട് പ്രകൃതിയുടെ ഇതിലേക്ക് കടന്നു പോകുന്ന സമയത്താണ് ഈ പറയുന്ന പ്രൊട്ടക്ഷനും പ്രിവെൻഷനും എല്ലാം ആവശ്യമായിട്ട് വരുന്നത്. അതും ഒരു അറഗൻസിന്റെ ഇതിൽ നിന്നാണ് ആ ഭാഷയെല്ലാം ആവുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവണം. Thank you, sir. Are there any more questions? Sir, I have a question, sir. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് സാർ. നമ്മുടെ സമൂഹത്തിൽ, എസ്പെഷ്യലി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുവാണെങ്കിൽ, ഒരു കുട്ടിയുടെ ജീവിതത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പേരൻസ്, എസ്പെഷ്യലി ഒരു കരിയർ ഡിസിഷൻ പറയുകയാണെങ്കിൽ. ബട്ട് ദെൻ വാട്ട് ഇഫ് ദ ചൈൽഡ് ഹാസ് another interest which is exactly opposite to that of the career choice given by the parents? So ingane oru situation il how can we spread awareness among the parent community so that they can encourage the students to, their children to express to their fullest, choose their own career paths? How can we do that? അല്ല, അത്തരത്തിലുള്ള ചർച്ചകൾ ഈ സമൂഹത്തിൽ നടക്കണം. നമ്മുടെ സമൂഹത്തിൽ
ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പൊ ഉദാഹരണത്തിന് സിനിമ പോലെയുള്ള മീഡിയങ്ങൾ, അല്ലെങ്കിൽ എഴുത്തുകാര് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ പദ്ധതിയിൽ, ഇതിലെല്ലാം ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ചർച്ചകൾ നടക്കുന്നതിലൂടെ പിന്നെ മനുഷ്യന്റെ, അതായത് സാധാരണ പാരന്റ് എന്ന് പറയുന്നത് നോർമൽ ഹ്യൂമൻ ബീങ്സ് ആണ്, അവരുടെ ആ ഒരു മെന്റാലിറ്റി, അതായത് എന്റെയോ മകളുടെയോ ഫ്യൂച്ചറിനെ ഞാൻ ഓവർ റൂൾ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കും എന്നുള്ള ഒരു ചിന്താഗതി മാറണം. അവർക്ക് അവരുടെ ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതില് പിന്നെ ഫുള്ളായിട്ടുള്ള അവരുടെ ഒരു അറ്റൻഷൻ കൊടുക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കാനുള്ള ആ ഒരു മാനസിക തലം നമ്മൾ പിന്നെ വികസിപ്പിച്ചെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ഒരു ട്രഡീഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകൾക്കും അല്ലെങ്കിൽ കൊച്ചു മക്കൾക്കും മാത്രമല്ല, അതിന്റെ അനന്തര തലമുറകൾക്ക് വേണ്ടിയിട്ട് കൂടെ സമ്പാദിച്ചു കൂട്ടുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും മാറുന്ന കാര്യമല്ല. ഇതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ആവശ്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുന്ന ആളുകൾ അതിനു വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. സർ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സർ, pre-ecological reforms in energy and eco initiatives ഒക്കെ എഫക്റ്റിൽ വരാൻ എത്ര ടൈം എടുക്കും? അതിനൊരു ഡയറക്റ്റ് അല്ലെങ്കിൽ കൺവിൻസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല. കാരണം എന്താ പറയുക, ഓരോ സ്ഥലത്തെയും പിന്നെ പ്രശ്നങ്ങൾ ഡിഫറെന്റ് ആണ്. പിന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാരണങ്ങളും ഡിഫറെന്റ് ആണ്. അത് ടെക്നോളജി മാത്രമല്ല, ടെക്നോളജി കൊണ്ട് മാത്രം പിന്നെ തിരുത്താൻ പറ്റാത്ത പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്യപ്പെടുന്നതുകൊണ്ട് മാത്രം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന് നമ്മൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് ആമസോൺ മഴക്കാടുകൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട്. അമേരിക്കയിലെ ഫാസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രി ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ്, പ്രൊഡ്യൂസ്, ബീഫ് പോലെയുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആമസോൺ ഫോറസ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏത് ടെക്നോളജി കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും? കാരണം ആമസോൺ ഫോറസ്റ്റ് പറയുന്നത് ഒരു ടെക്നോളജി കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അത് ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ വർഷം നീണ്ടു നിന്ന ഒരു ജൈവ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇവോൾവ് ചെയ്തു വന്നൊരു സംഭവമാണ് ഈ പറയുന്ന ആമസോൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഫാസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇപ്പോ മറ്റേ തീ വെച്ചും വെട്ടിയും ഒക്കെ നശിപ്പിക്കുന്നത്. അപ്പോ അതൊരു വികലമായിട്ടുള്ള മാനസിക ഇതിൽ നിന്നും ഉണ്ടാവുന്നതാണ്. ആ തിരിച്ചറിവില്ലാത്തടത്തോളം കാലം ഇത് ടെക്നോളജിക്കും നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന വിദ്യാഭ്യാസവും സസ്റ്റൈനബിലിറ്റിയും എന്ന് പറയുന്ന പിന്നെ ആ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് വരും. Thank you, sir. Now, I'd like to invite Ms. Vishnumaya Liju, Student Coordinator, UNAI, Aspire Chapter St. Thomas College, Koranjeri, to deliver the vote of thanks. Reba, am I audible? Yes, you are. Respected Principal, Guest of Honor, Mr. P. Sandeep, Member, Monitoring Committees for Minority Education and SC/ST PWD Education, Ministry of Education, Director, Center of South Indian Studies, New Delhi, esteemed teachers, and all my dear friends. I deem it a great honor to propose vote of thanks on behalf of UNAI Aspire Chapter of St. Thomas College, Koranjeri, to all those who have helped us making this webinar such a resounding success. I would like to thank KFUNAI and IQAC St. Thomas College, Koranjeri for associating with us to make the webinar a grand success. I would like to extend our sincere gratitude to the chief guest, Mr. P. Sandeep, for gracing our webinar with his knowledgeable words. Thank you, sir, for your enlightening talk on sustainability and quality education.
I would like to express our profound gratitude to the person who inspires us to aspire for more, our Honorable Principal, Dr. Matthew P. John. Thank you, sir. Thank you. I would like to express our sincere gratitude to the coordinators of UNAI Aspire Chapter, St. Thomas College, Koranjeri, Arun sir, Anju miss, Martha sir, and Suresh sir for helping us coordinating the session and being a source of instant support and guidance. I would also like to thank Indu Judan, KFU NAI State Treasurer, for organizing such a fruitful talk. I would like to extend our gratitude to the moderators for the event, Reba Stephen and Ashwin Sri Kumar, for wholeheartedly cooperating with us. Last but not the least, I would like to thank all our UNAI Aspire chapter members and the participants of the program for their cooperation. Thank you and have a nice day.